നമസ്കാരം. എക്സാം പോയിന്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 10ാമത്തെ പാഠഭാഗം അക്കർമാശിയാണ് പഠിക്കാൻ പോകുന്നത്. ഡോക്ടർ ശരൺകുമാർ ലിംബാളെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. എന്താണ് അക്കർമാശി? ജാതി ഭ്രഷ്ടൻ എന്നാണ് അതിന്റെ അർത്ഥം. ഉത്തരേന്ത്യയിലെ ഈ ജാതിമത പ്രശ്നങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ തന്റെ ജീവിതത്തിലൂടെ പകർത്തി എഴുതിയ ഒരു വ്യക്തി കൂടിയാണ് ശ്രീ ശരൺകുമാർ ലിംബാളെ. ജാതിമത ചിന്തകള് എല്ലാ രീതിയിലും ഇന്ന് സമൂഹത്തെ കടന്നാക്രമിക്കുകയാണ്, കാർന്നു തിന്നുകയാണെന്ന് പറയാം. ഒരിക്കലും നമ്മളുടെ ഉള്ളിലെ ജാതിമത ചിന്തകളൊന്നും ഉണ്ടാവരുത്. എല്ലാവരും 6 അടി മണ്ണിന്റെ അവകാശികളാണ്, എല്ലാവരും മനുഷ്യരാണെന്നുള്ള ചിന്തയാണ് നമുക്ക് വേണ്ടത്. ആ ഒരു ചിന്തയോടുകൂടി തന്നെ നമുക്ക് തുടങ്ങാം. ഈ പാഠഭാഗം നമ്മൾ എക്സാം പോയിന്റിന്റെ ഗൈഡിനെ ആസ്പദമാക്കിയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഡൗട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നോക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. പാഠഭാഗത്തിന്റെ പേര് അക്കർമാശി. ഡോക്ടർ ശരൺകുമാർ ലിംബാളെ അദ്ദേഹം 1956 ജൂൺ 1 മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ജനിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു ദളിത് സാഹിത്യകാരനാണ് അദ്ദേഹം. ദളിത് സാഹിത്യം, ദളിതന്മാരുടെ പ്രശ്നങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെ ആവിഷ്കരിക്കുന്നതാണ് ദളിത് സാഹിത്യം എന്ന് പറയുന്നത്. അറിയാം നിങ്ങൾക്ക്, സ്ത്രീ സാഹിത്യം പോലെ തന്നെ അല്ലെങ്കിൽ പെണ്ണെഴുത്ത് പോലെയുള്ള ഒന്നാണ് ദളിത് സാഹിത്യം എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു മറാഠി നോവലിസ്റ്റ് ആണ്, ഒരു ചെറുകഥാകൃത്താണ്, അതുപോലെ തന്നെ മികച്ച ഒരു കവിയും അതുപോലെ സാഹിത്യ വിമർശകനും കൂടിയാണ്. അതിനേക്കാൾ ഉപരി ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ശ്രീ ശരൺകുമാർ ലിംബാളെ. അദ്ദേഹം മറാഠിയിൽ ബിരുദാനന്തര ബിരുദവും അതുപോലെ തന്നെ ഗവേഷണ ബിരുദവും നേടിയിട്ടുണ്ട്. 40-ലധികം ഗ്രന്ഥങ്ങളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. 25-ാം വയസ്സിൽ എഴുതിയ അദ്ദേഹത്തിന്റെ ആത്മകഥാഖ്യാനമാണ് അക്കർമാശി എന്ന് പറയുന്നത്. അതാണ് അദ്ദേഹത്തെ ഏറ്റവും പ്രശസ്തനാക്കി മാറ്റിയത്. ദ ഔട്ട്കാസ്റ്റ് എന്നുള്ള പേരിൽ അത് പിന്നീട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ മറ്റു പല ഭാഷകൾ, മലയാളം ഉൾപ്പെടെ പല ഇന്ത്യൻ ഭാഷകളിലേക്കും അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കൃതി കൂടിയാണ് അക്കർമാശി. ഫ്രഞ്ച് ഉൾപ്പെടെ പ്രധാന ലോകഭാഷകളിലെല്ലാം വിവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു കൃതി മറാഠിയിലെ ദളിത് സാഹിത്യത്തിന്റെ ഉദാത്ത സൃഷ്ടിയായിട്ടും കണക്കാക്കപ്പെടുന്നത്. കാരണം അത്രയും ഗംഭീരമായിട്ട് തന്നെ ജാതി മത പ്രശ്നങ്ങള്, ആ ഒരു ദളിത് സാഹിത്യം നേരിടുന്ന അല്ലെങ്കിൽ ദളിതന്മാർ നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. മണിപ്പൂരിലേക്ക് പ്രശ്നങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ ഇന്ത്യയുടെ ആകമാനം തന്നെ ഒരു നമ്മളെ തച്ചുടയ്ക്കുന്ന, തകർത്ത് കളയുന്ന, അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും തന്നെ വലിയ പ്രശ്നങ്ങൾ ഉളവാക്കുന്ന ഒന്നാണ് ജാതിമത ചിന്തകൾ. ആ ജാതിമത ചിന്തകളുടെ രൂക്ഷ അവസ്ഥകൾ വളരെ ഭംഗിയായിട്ട് തന്നെ അക്കർമാശി എന്ന് പറഞ്ഞ കൃതിയില് ഡോക്ടർ ശരൺകുമാർ ലിംബാളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. ശ്രദ്ധിച്ചിരിക്കുക. ഉത്തരേന്ത്യയിലെ ജാതി വിവേചനത്തെക്കുറിച്ചും അത് സൃഷ്ടിക്കുന്ന ദയനീയമായ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും തുറന്നെഴുതുന്ന സാഹിത്യകാരനാണ് ശ്രീ ശരൺകുമാർ ലിംബാളെ. അദ്ദേഹം അതിനുവേണ്ടി എടുത്ത അസംസ്കൃത വസ്തുവാണ് തന്റെ ജീവിതം തന്നെ. അക്കർമാശി എന്ന ഒറ്റ കൃതി കൊണ്ട് തന്നെ അദ്ദേഹം വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി. ഒരു ദളിത് ബ്രാഹ്മണനായിട്ടുള്ള അദ്ദേഹം നേരിട്ടുള്ള അനുഭവങ്ങളാണ് ഈ ആത്മകഥയിൽ ആവിഷ്കരിക്കുന്നത്. ശരൺകുമാർ ലിംബാളയുടെ കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അമ്മയുടെ പേര് മസാമായി എന്നാണ്. സാന്താമായിയാണ് അദ്ദേഹത്തിന്റെ മുത്തശ്ശി. സാന്താമായിയും ചന്താമായിയും സഹോദരങ്ങളാണ്. 6 സഹോദരിമാർക്ക് ഒരു ആങ്ങള. നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പ് മറ്റു ചില കാര്യങ്ങൾ കൂടി. ദാരിദ്ര്യം കൊണ്ടും വിവേചനങ്ങൾ കൊണ്ടും എല്ലാ രീതിയിലും അതിദയനീയമായിട്ടുള്ള ബാല്യകൗമാരങ്ങളെ വളരെ ഭംഗിയായിട്ട് ഹൃദയസ്പർശിയായിട്ട് തന്നെ അദ്ദേഹം ഈ കൃതിയിൽ വരച്ചു കാണിക്കുന്നുണ്ട്. പലപ്പോഴും ചാണകത്തിൽ നിന്ന് ശേഖരിക്കുന്ന ധാന്യവസ്തുക്കൾ പൊടിച്ചു നിന്ന് ഭക്ഷണം കഴിക്കേണ്ട ഒരു അവസ്ഥ, അങ്ങനെയുള്ള പലതരത്തിലുള്ള വിചിത്രങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് സങ്കടം വരുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു നേർചിത്രം കൂടിയാണ് ഭാരതത്തിന്റെ എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് കഴിയും. അപ്പൊ നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. ടെക്സ്റ്റ് ബുക്ക് നോക്കിയിരിക്കുക, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. കുമാർ മാമ രാവിലെ ഒരു കപ്പ് ചായയും കഴിച്ചിറങ്ങിയാൽ പിന്നെ വൈകുന്നേരം വൈകിയാണ് തിരിച്ചെത്തിയിരുന്നത്. എന്നും അയാൾ എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറയും. ഞാൻ അതുവരെ സിനിമ കണ്ടിട്ടില്ലായിരുന്നു. കുമാർ മാമ, ആ കഥാപാത്രം ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിംബാളയുടെ സഹോദരിയായിട്ടുള്ള നാഗിയെ വിവാഹം കഴിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഈ നാഗി എന്ന് പറയുന്ന കുമാർ മാമയുടെ 3ാമത്തെ ഭാര്യയാണ്. ഇവര് തമ്മിൽ വലിയ പ്രായവ്യത്യാസം ഉണ്ടായിരുന്നു. വൈകുന്നേരങ്ങൾ ഞാൻ ശാന്ത മുത്തശ്ശിയോടൊപ്പം പഴം വെച്ച വണ്ടി ഉന്തി നടക്കും. ഈ കുമാറിന്റെ അമ്മയാണ് ശാന്ത മുത്തശ്ശി. അതിനാൽ പട്ടണത്തിലൊക്കെ ചുറ്റി നടക്കാൻ കഴിഞ്ഞു. ഷോലാപൂരിൽ ഞാൻ ആദ്യമായി എത്തിയതായിരുന്നു.
പഴം പഴം. വണ്ടി തള്ളുന്നതിനിടയിൽ ശാന്തമുത്തശ്ശി ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പഴം വാങ്ങാനെത്തുന്ന ചില പെണ്ണുങ്ങൾ എന്നെ പറ്റി അന്വേഷിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്കല്പം സുഖം തോന്നും. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് പറയുന്നത്. ഇപ്പൊ 2 കഥാപാത്രങ്ങളാണ് ഈ ഒരു പാരഗ്രാഫിൽ നമ്മൾ പഠിക്കുന്നത്. കുമാർ മാമയും അതുപോലെ തന്നെ കുമാറിന്റെ അമ്മയായിട്ടുള്ള ശാന്തമുത്തശ്ശിയും. എന്നും പണിക്ക് പോകുന്നത് പോലെ കുമാർ മാമ വീട്ടിൽ നിന്നിറങ്ങും. പക്ഷേ അയാളെ എന്നേ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു. പകൽ മുഴുവനും എവിടെ കറങ്ങി നടക്കുകയാണെന്ന് ആർക്കറിയാം. അയാൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ അയാൾക്ക് കടം കൊടുത്തവർ വീട്ടിലെത്തിയിരിക്കും. അവർ ബഹളമുണ്ടാക്കും. പൈസയ്ക്ക് വേണ്ടി ശാന്തമുത്തശ്ശിയെ ശല്യപ്പെടുത്തും. ശാന്ത ആത്തിയ പഴം വാങ്ങിയിരുന്ന കച്ചവടക്കാരനുമായി പലപ്പോഴും വഴക്കടിക്കും. അയാളുടെ കച്ചവടം മോശമാണെന്നും മാർക്കറ്റിൽ അയാൾക്കുണ്ടായിരുന്ന നല്ല പേര് നഷ്ടമാകുന്നുവെന്നും ഒക്കെ പറയും. ഒടുക്കം ഒരു ദിവസം ശാന്തമുത്തശ്ശി പഴക്കച്ചവടം നിർത്തി. ഒരു പഴയ ചാക്ക് തോളിലിട്ട് പാതയിലും പറമ്പിലുമൊക്കെ നടന്ന് പലതും പെറുക്കി വിറ്റു തുടങ്ങി. ആ കഥാപാത്രങ്ങളൊന്നും മനസ്സിലാക്കണം. ഇവിടെ കുമാർ മാമ എന്ന് പറഞ്ഞ കഥാപാത്രം പലപ്പോഴും ജോലിക്കൊന്നും പോകില്ലായിരുന്നു. അതുപോലെ തന്നെ പകല് മുഴുവൻ എവിടെയെങ്കിലും ഒക്കെ കറക്കി നടന്ന് വളരെ മോശമായിട്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ജോലിയിൽ നിന്ന് അയാളെ എന്നോ പറഞ്ഞു വിട്ടതാണ്. അതുപോലെ തന്നെ അയാൾക്ക് ഒരുപാട് കടം വാങ്ങിച്ചിരുന്നു. രാവിലെ തന്നെ എപ്പോഴും വീടിന്റെ മുറ്റത്ത് കടക്കാരായിരിക്കും. ശാന്തമുത്തശ്ശിയാണ് പലപ്പോഴും, അല്ലെങ്കിൽ ശാന്തമുത്തശ്ശി ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ എപ്പോഴും ഈ കടക്കാര് അവരെയായിരിക്കും എപ്പോഴും ബുദ്ധിമുട്ടിക്കുന്നത്. അങ്ങനെ ഇരിക്കും ഒരു കച്ചവടക്കാരനുമായിട്ട് ഒരു പ്രശ്നമുണ്ടായിരുന്നു. അങ്ങനെ ആ പഴം വിൽക്കുന്ന ജോലി അവര് മതിയാക്കിക്കൊണ്ട് ഒരു ചാക്ക് തോളിലിട്ട് പഴയ പറമ്പുകളിലും അതുപോലെ പാതയിലും എല്ലാം തന്നെ ഓരോ കാര്യങ്ങള് പെറുക്കി കൂട്ടാൻ തുടങ്ങി. ശാന്ത ആത്തിയുടെയും കുമാർ മാമയുടെയും ജീവിതങ്ങൾ വഴിമുട്ടി നിന്നു. ദിവസേന പൊട്ടിയ കുപ്പിയും കീറക്കടലാസും പഴംതുണിയും ഒക്കെ പെറുക്കി നടന്ന് വിറ്റില്ലെങ്കിൽ അന്നത്തെ ആഹാരത്തിന് വഴിയില്ലാത്ത അവസ്ഥയായ അവർ. കുമാറിന് വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. ശാന്ത ആത്തിയുടെ കൂടെ ഞാനും ചവറു പെറുക്കാൻ പോകും. ഞാൻ ചവർ കൂമ്പാരത്തിൽ കൈയിട്ടിളക്കും. എല്ലാം കീഴ്മേൽ മറിച്ചിടും. കിട്ടിയതെല്ലാം ശാന്തമുത്തശ്ശിക്ക് കൊടുക്കും. അപ്പോ പറയുകയാണ് അദ്ദേഹം, ലിംബാളെ പറയുകയാണ് തന്റെ ശാന്തമുത്തശ്ശിയോടൊപ്പം തന്നെ അദ്ദേഹവും എപ്പോഴും ഇങ്ങനെ ചവറ് പെറുക്കാൻ പോകുമായിരുന്നു എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രയും നീചമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്ന്. എത്രയും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയില് എല്ലാ തരത്തിലും ഒരു സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു കഥാപാത്രങ്ങളാണ് ഇവര്. ദളിതർ നേരിടുന്ന പ്രശ്നങ്ങൾ എത്ര ഭീകരമാണെന്ന് നമുക്ക് ഇതിലൂടെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. കിട്ടിയതെല്ലാം ശാന്തമുത്തശ്ശിക്ക് കൊടുക്കും. ചിലപ്പോൾ ചില കടലാസ് പൊതികൾ കിടക്കുന്നത് കാണാം. അകത്ത് എന്തെങ്കിലും കാണുമെന്ന് കരുതി തുറന്നു നോക്കുമ്പോഴാണ് അതിൽ മനുഷ്യമലമാണെന്ന് മനസ്സിലാവുക. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര ഭീകരമാണെന്ന്. ചപ്പുചവറുകൾ പിറക്കുന്ന സമയത്ത് എന്തെല്ലാം വേസ്റ്റുകൾ, മനുഷ്യ മലം വരെ അവർക്ക് പെറുക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ. പലപ്പോഴും തിരിച്ചറിയാനായിട്ട് കഴിയില്ല. നല്ല പേപ്പറിലൊക്കെയാണ് പൊതിഞ്ഞു വരുന്നത്. അതുപോലും പറക്കിയെടുക്കേണ്ട ഒരു അവസ്ഥ. എത്രത്തോളം ഒരു വേദന അനുഭവിക്കുന്ന ഒരു ബാല്യമായിരുന്നു, കൗമാരമായിരുന്നു ശരൺകുമാർ ലിംബാളയുടേതെന്ന് നമുക്ക് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാകും. മിഠായി പൊതിയുന്ന കടലാസുകൾ കണ്ടാൽ എൻ്റെ വായിൽ വെള്ളമൂറും. എപ്പോഴെങ്കിലും ഒരു നല്ല കടലാസ് കണ്ടെത്തിയാൽ എനിക്ക് വലിയ സന്തോഷം തോന്നും. ഞാനത് നിവർത്തി വായിക്കാൻ തുടങ്ങുമ്പോഴേക്കും ശാന്തമുത്തശ്ശി ഉറക്കെ വിളിച്ചു പറയും, എന്താ നീ വായിക്കണത്? അതിങ്ങതാ. ചവറിൽ പുതഞ്ഞു കിടക്കുന്ന കീറക്കടലാസുകൾ ഒരു വശത്തും ഞങ്ങളുടെ നിത്യ സുഹൃത്തായിട്ടുള്ള വിശപ്പ് മറുവശത്തും. പലപ്പോഴും പല വർണ്ണക്കടലാസുകളൊക്കെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ മിഠായി പൊതികളെ കാണുമ്പോൾ ശരിക്കും കൊതി തോന്നുമെന്നാ പറയുന്നത്. കാരണം ഒരു നല്ലൊരു മിഠായി പോലും ആ ബാല്യകാലത്ത് കഴിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കുട്ടികളെ സംബന്ധിച്ച് മിഠായി കഴിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ആനന്ദപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു നല്ല മിഠായി പോലും കഴിക്കാനുള്ള ഒരു അവസ്ഥ ചെറുപ്പത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ മിഠായി കടലാസ് ഇങ്ങനെ എടുത്ത് വായിക്കാതെ എന്തെങ്കിലുമൊക്കെ വായിക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ശാന്തമുത്തശ്ശി ചോദിക്കും, എന്താണ് നീ വായിക്കുന്നത് എന്നെല്ലാം. ചവറിൽ പുതഞ്ഞു കിടക്കുന്ന കീറ കടലാസുകൾ ഒരു വശത്തും അതുപോലെ തന്നെ അവരുടെ നിത്യ സുഹൃത്തായിട്ടുള്ള വിശപ്പ് മറുവശത്ത്. വിശപ്പ് എപ്പോഴും ഒരു സന്തത സഹചാരിയായിരുന്നു. നല്ല രീതിയിൽ ഭക്ഷണം പോലും ഒന്നും കഴിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നെല്ലാം നമുക്ക് ഈ വരിയിലൂടെ കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യുന്നു. തന്റെ വേദനകൾ, താൻ അനുഭവിച്ച പ്രശ്നങ്ങൾ, തന്റെ ദാരിദ്ര്യം, തന്റെ കുടുംബത്തിന്റെ അവസ്ഥ, ദളിതർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ അദ്ദേഹം വരച്ചു ചേർത്തിട്ടുണ്ട്. ശ്രദ്ധിച്ചിരിക്കുക, ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക. ബാക്കി ഭാഗത്തിലേക്ക് കിടക്കാം. കീറക്കടലാസുകളും മറ്റു സാധനങ്ങളും തൂക്കി വിൽക്കുകയാണ് പതിവ്. ചവറുകൾക്ക് പകരം തൂക്കി നോക്കേണ്ടത് തങ്ങളുടെ വിശപ്പാണെന്ന് എനിക്ക് തോന്നി. എത്ര തൂക്കമുണ്ടാകണമെന്നറിയണമല്ലോ. ഒരുപക്ഷെ ഞങ്ങളുടെ വിശപ്പും വയറും മാത്രമല്ല, ഞങ്ങളെയും ത്രാസിൽ വെച്ച് തൂക്കി നോക്കണം. ദിവസം മുഴുവനും അലഞ്ഞു നടന്ന് വാരിക്കൂട്ടുന്ന ചവറിന്റെ തൂക്കവും വിലയുമെങ്കിലും ഉണ്ടോ ഞങ്ങളെപ്പോലുള്ള മനുഷ്യർക്ക്? ചിന്തിക്കണം അദ്ദേഹം. ചവറ് വാരിക്കൂട്ടുന്നു,
ആ ചവറ് വാരി കൂട്ടുന്നതിനേക്കാൾ അല്ലെങ്കിൽ അത് തൂക്കുന്നതിനേക്കാൾ ഭേദം ഞങ്ങളുടെ വിശപ്പ് തൂക്കണമെന്നാണ് പറയുന്നത്. അത്രത്തോളം കൊടിയ ദാരിദ്ര്യവും വിശപ്പുമാണ് വളരെ ചെറുപ്പത്തില് അദ്ദേഹം അനുഭവിച്ചിരുന്നത്. ഒരുപക്ഷെ വിശപ്പും വയറും മാത്രമല്ല, ഞങ്ങളെ തന്നെ ത്രാസിൽ വെച്ച് തൂക്കി നോക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പ്രധാനമായിട്ട് അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. ദിവസവും മുഴുവൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഈ ചവറ് പെറുക്കികളായിട്ടുള്ള ഞങ്ങൾക്ക് ഈ ചവറിന്റെ തൂക്കമെങ്കിലും അല്ലെങ്കിൽ ആ ഒരു വിലയെങ്കിലും സമൂഹം തരുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. എത്രത്തോളം ദളിത് സമൂഹം അവര് ആ ഒരു വേദനകൾ അനുഭവിക്കുന്നു, സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു, ഒരു ഭ്രഷ്ട് അനുഭവിക്കുന്നു എന്നെല്ലാം തന്നെ ഈ വരികളിൽ കാണാനായിട്ട് കഴിയും. അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ഭാഗത്തിൽ അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിലെ വിദ്യാഭ്യാസ കാര്യത്തെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത്. എന്റെ സ്കൂൾ വിദ്യാഭ്യാസം ചുങ്കിയിലും പിന്നീട് ചബൽഗാവിലുമായിരുന്നു നടന്നത്. ചുങ്കിയിലേക്ക് ദിവസവും വീട്ടിൽ നിന്നും നടന്നു പോകുമായിരുന്നു. എന്നാൽ ചബൽഗാവിലെ സ്കൂളിൽ എന്നെ ബോർഡിങ്ങിൽ ചേർത്തു. ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട കാരണം ചുങ്കിയിലെ സ്കൂളിലായിരുന്നപ്പോൾ ഞാൻ ഇടയ്ക്കിടെ മുങ്ങുമായിരുന്നു. ചബൽഗാവിൽ ഇങ്ങനെ മുങ്ങാൻ വഴിയില്ലായിരുന്നു. വീട്ടിൽ താമസിക്കുമ്പോഴുള്ള സ്വാതന്ത്ര്യമൊന്നും അവിടെ കിട്ടുമായിരുന്നില്ല. പല സ്ഥലങ്ങളിൽ നിന്നെത്തിയ കുട്ടികളോടൊത്ത് അവിടെ കഴിയേണ്ടി വന്നത്. കാലത്ത് എഴുന്നേറ്റാൽ ഉടനെ ചായ കുടിക്കണമെന്ന ശീലം പോലും ചബൽഗാവിൽ ചെന്നതോടെ ഇല്ലാതെ ആവുകയാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എവിടെയായിരുന്നോ? ചുങ്കിയിലായിരുന്നു. പിന്നീട് അദ്ദേഹം ചബൽഗാവിലേക്ക് മാറുകയാണ്. ചുങ്കിയിലായിരുന്നപ്പോൾ ദിവസവും അദ്ദേഹത്തിന് വീട്ടിൽ പോയിട്ട് വരാമായിരുന്നു. പക്ഷെ ചബൽഗാവിൽ അദ്ദേഹത്തെ ഹോസ്റ്റലിൽ ചേർക്കുകയാണ് ചെയ്തത്. പലതരത്തിലുള്ള കുട്ടികളാണ് അവിടെ ഉണ്ടായിരുന്നത്. ചില ശീലങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. മുൻപ് വീട്ടിൽ വെച്ച് രാവിലെ എഴുന്നേറ്റാൽ ഒരു ചായ കുടിക്കുക. പക്ഷെ അതെല്ലാം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ചുങ്കിയിലായിരുന്ന സമയത്ത് ഇടയ്ക്ക് ക്ലാസ് കട്ട് ചെയ്യുമായിരുന്നു. പക്ഷെ അവിടെ അതിനുള്ള ഒരു സ്വാതന്ത്ര്യം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പല സ്ഥലങ്ങളിൽ നിന്നെത്തിയ പല കുട്ടികളുമായിട്ട് അവിടെ അദ്ദേഹത്തിന് കഴിയേണ്ടി വരുന്നു. ഹനുമന്ത ലിംബാളയ്ക്ക് മസാമായയിൽ ജനിച്ച മകനാണ് ശരൺകുമാർ ലിംബാളെ. ഹനുമന്ത ലിംബാളെ പിന്നീട് മസാമായിയെ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഇടൽ കാമ്പളയിൽ ജനിച്ച മക്കൾ മഹാർ ജാതിക്കാർ. ലിംബാളെ അർദ്ധജാതിക്കാരനായിട്ട് മാറുന്നു, അക്കർമാശിയായി മാറുന്നു. എന്ന് പറഞ്ഞാൽ ജാതി ഭ്രഷ്ടനായി മാറുന്നു അർത്ഥം. അമ്മ മഹാർ ജാതിക്കാരി, അച്ഛൻ സവർണൻ പാട്ടീൽ ജാതിക്കാരൻ. ലിംബാളയെ രണ്ട് ജാതിക്കാരും അംഗീകരിച്ചുമില്ല. മസാമായിയെ പിന്നീട് യശ്വന്തറാവ് സിദ്രാമപ്പ പാട്ടീൽ എന്നയാൾ വെപ്പാട്ടിയാക്കി മാറ്റുകയായിരുന്നു. മസാമായിയെ പിന്നീട് അയാൾ വളരെ രീതിയിൽ തന്നെ മോശമായിട്ട് തന്നെയാണ് കണ്ടത്. ഒരു വെപ്പാട്ടിയായിട്ട് തന്നെയായിരുന്നു അയാൾ വച്ചുകൊണ്ടിരുന്നത്. ഹാനൂരിലെ പോലീസ് പാർട്ടിയിലായിരുന്നു, അതായത് പോലീസ് പാർട്ടിയിൽ എന്ന് പറഞ്ഞാൽ ഗ്രാമത്തലവനായിരുന്നു ഇയാൾ. കാക്ക എന്നാണ് ലിംബാളെ ഇയാളെ വിളിച്ചിരുന്നത്. അപ്പൊ കാക്ക എന്ന് പറഞ്ഞ കഥാപാത്രം അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പമാണ് ജീവിക്കുന്നത്. മസാമായിയെ വെപ്പാട്ടിയായിട്ട്, അതായത് തന്റെ അമ്മയെ വെപ്പാട്ടിയായിട്ട് വച്ചിരുന്ന ഗ്രാമത്തലവനായിരുന്നു കാക്ക എന്നാണ് ഇവിടെ ശരൺകുമാർ ലിംബാളെ പറയുന്നത്. ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ കാണാറുള്ള ദാദയുടെ നമസ്കാര ചടങ്ങുകൾ എന്നെ ആകർഷിച്ചിരുന്നു. പിൽക്കാലത്ത് സ്വന്തമായി അംബാലക്ഷ്മി ഭഗവതിമാരെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എന്നിൽ കൗതുകമുണർത്തിയിട്ടുണ്ട്. കാക്കായുടെ പുരാണ പാരായണങ്ങളും മന്ത്രോച്ചാരണങ്ങളും എല്ലാം എന്നെ സ്വാധീനിച്ചിരുന്നു. പക്ഷേ ഞാൻ ചബൽഗാവിലെ ബോർഡിംഗ് സ്കൂളിലേക്ക് മാറിയതോടെ ഇത്തരം സ്വാധീനങ്ങളും ഓർമ്മകളും എല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് ക്രമേണ അപ്രത്യക്ഷമായി. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ കണ്ടിരുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. ദാദയുടെ നമസ്കാര ചടങ്ങുകൾ, അതുപോലെ തന്നെ കാക്കായുടെ പുരാണ പാരായണങ്ങളും മന്ത്രോച്ചാരണങ്ങളും എല്ലാം തന്നെ കണ്ടുകൊണ്ടാണ് വളർന്നത്. പക്ഷേ ചബൽഗാവിലെ ബോർഡിംഗ് സ്കൂളിലേക്ക് മാറിയതിനു ശേഷം ഇത്തരം സ്വാധീനങ്ങളും ഓർമ്മകളും എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് ക്രമേണ അപ്രത്യക്ഷമായി. എനിക്ക് ചുറ്റും എപ്പോഴും ദളിത് സമുദായക്കാരുടെ കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ബുദ്ധമതം എന്നെ സ്വാധീനിച്ചു തുടങ്ങിയിരുന്നു. അദ്ദേഹത്തെ ആ സമയത്താണ് ബുദ്ധമതം വല്ലാതെ സ്വാധീനിച്ചു തുടങ്ങിയത്. ചബൽഗാവിൽ പഠനമല്ലാതെ മറ്റൊരു കാര്യത്തിനും ഇടപെടാൻ എനിക്ക് കഴിഞ്ഞില്ല. ഗണിതത്തിലും ചിത്രരചനയിലും എനിക്കുണ്ടായിരുന്ന താല്പര്യം കുറഞ്ഞു. എൻ്റെ ഇംഗ്ലീഷ് കുറെ കൂടി മെച്ചപ്പെട്ടു. ക്ലാസ്സിലെ മിടുക്കരായ കുട്ടികളിൽ ഒരുവനായിരുന്നു ഞാൻ. എൻ്റെ കൂട്ടുകാർ അത്തരം കുട്ടികളായിരുന്നു. അധിക സമയവും ഞാൻ അവരോടൊത്ത് ചിലവഴിച്ചു. അതായത് അദ്ദേഹത്തിന് ഈ ഗണിതത്തിൽ ആ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായത്. അദ്ദേഹത്തിന് ഗണിതത്തിലും ചിത്രത്തിലും ഒക്കെ നല്ല ഒരു താല്പര്യം ഉണ്ടായിരുന്നു ആദ്യം. പിന്നീട് അത് പയ്യെ കുറഞ്ഞു. പക്ഷേ പഠനത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. ഇംഗ്ലീഷ് ഒരു അല്പം കൂടി മെച്ചപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ കൂട്ടുകാരാണെങ്കിലും അതുപോലെയുള്ള കൂട്ടുകെട്ടിലാണ് വന്നത്. നന്നായിട്ട് പഠിക്കുന്ന ഒരുവിധം കുഴപ്പമില്ലാത്ത കുട്ടികളായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൂട്ടുണ്ടായിരുന്നത്. രാത്രിയിൽ സന്താമായിയോട് ചേർന്ന് കിടന്നുറങ്ങുന്ന ശീലമായിരുന്നു എനിക്ക്. ഞാൻ ഉപരിപഠനത്തിനായി ചബൽഗാവിൽ പോയതോടെ സന്താമായിക്ക് വല്ലാത്ത ഏകാന്തത തോന്നി. അമ്മയോടൊപ്പം ഒക്കെയാണ് കിടന്നുകൊണ്ടിരുന്നത്. അമ്മയോടും മുത്തശ്ശിയോടൊക്കെ വലിയ സ്നേഹമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ചബൽഗാവിലെ ഹോസ്റ്റൽ റൂമിലായിരുന്ന ശേഷം ആ അതെല്ലാം തന്നെ മാറി മറിഞ്ഞു പോവുകയായിരുന്നു.
അമ്മയ്ക്കാണെങ്കിലും സന്താമായിക്ക് വല്ലാത്തൊരു ഏകാന്തതയും അനുഭവപ്പെട്ടു തുടങ്ങി. ഒരിക്കൽ അവർ വീട്ടിൽ നിന്ന് ചബൽഗാവ് വരെ കാൽനടയായി വന്നു. എന്നെ കാണാൻ വേണ്ടി മാത്രം. തലേന്ന് രാത്രി അവർ എന്നെ സ്വപ്നം കണ്ടിരുന്നു അത്രേ. എന്റെ വീട്ടിൽ നിന്ന് 4 മൈൽ അകലെയാണ് ചബൽഗാവ്. 60 പൈസയായിരുന്നു ബസ് കൂലി. അത് കൊടുക്കാൻ അവരുടെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല. ഞങ്ങൾക്കൊക്കെ അത് വലിയ സംഖ്യ തന്നെയായിരുന്നു. അത് കൊടുക്കാനില്ലാത്തതിനാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാറാണ് പതിവ്. മകനോടുള്ള സ്നേഹം കൊണ്ട് അത്രയും ദൂരമാണ് അവർ നടന്നു വന്നത്, മൈലുകളാണ് നടന്നു വന്നത്. വെറും 60 പൈസ മാത്രമായിരുന്നു അന്ന് ബസ് കൂലി ഉണ്ടായിരുന്നത്. പക്ഷെ അത് കൊടുക്കാനുള്ള കാശ് അവർക്കുണ്ടായിരുന്നില്ല. എപ്പോഴും പോക്കും വരവുമെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു തന്നെയായിരുന്നു. ഇത്രത്തോളം ഒരു ദാരിദ്ര്യം നിറഞ്ഞ ബാല്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്ന് നമുക്ക് അടയാളപ്പെടുത്തി തരികയാണ് ഈ വരികളിലൂടെ. അന്ന് ആ ദൂരം മുഴുവനും സ്വന്തമായി നടന്നെത്തിയത് എന്നെ ഒന്ന് കാണാൻ മാത്രമായിരുന്നു. വരുമ്പോൾ കയ്യിൽ ഒരു ജോഡി പഴയ ചെരുപ്പുണ്ടായിരുന്നു. ഹാനൂരിലെ ബസ് സ്റ്റാൻഡിൽ ആരോ മറന്നിട്ട് പോയതായിരുന്നു അത്. അടിച്ചു വരുമ്പോൾ സ്വന്തമായി കണ്ടതാണ്. അത് നാഗിക്കോ നിർമ്മിക്കോ കൊടുക്കാതെ എനിക്കായി തന്നെ കൊണ്ടുവന്നിരിക്കുന്നു. ഒരു ചെരുപ്പിന്റെ പെരുവിരലിടാനുള്ള തോൽവളയം പൊട്ടിപ്പോയിരുന്നു. എങ്കിലും ചെരുപ്പ് എനിക്ക് പാകം തന്നെയായിരുന്നു. കാലിലിട്ടപ്പോഴാണ് അത് പെണ്ണുങ്ങളുടെ ചെരുപ്പാണെന്ന് മനസ്സിലായത്. ഞാനും സന്താമായിയും ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. ഒരിക്കല് ചബൽഗാവ് വരെ കാൽനടയായി വന്ന കാര്യം പറയുകയാണ്. ഒരു ചെരുപ്പ് പോലും ഇല്ലാതെയാണ് വന്നത്. പക്ഷെ അവർ ഈ തവണ വന്നതിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ ഒരു ജോഡി ചെരുപ്പുണ്ടായിരുന്നു. ഹാനൂരിലെ ബസ് സ്റ്റാൻഡില് ആരോ മറന്നിട്ട് പോയൊരു ചെരുപ്പായിരുന്നു. പക്ഷേ അതിന്റെ ഒരു പെരുവിരലിടാനുള്ള ഒരു തോൽവളയം പൊട്ടിപ്പോയിരുന്നു. അത് ഒരു പെൺകുട്ടികളുടെ ചെരുപ്പായിരുന്നു എന്ന് അദ്ദേഹം ഇട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത്. അപ്പൊ ഈ ചവറ് പറക്കി ജീവിക്കുന്ന അവരുടെ അവസ്ഥ, ഒരു ചെരുപ്പ് പോലും ഇല്ലാത്ത ആ ചെരുപ്പ് ഒരു പെൺകുട്ടിയുടെ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയുടെ ചെരുപ്പിടുകയാണ്. ഇത്ര ദയനീയമായ ഒരു അവസ്ഥയാണെന്ന് ഓർക്കുക. അതും തുന്നാനായിട്ട് പറ്റാത്തൊരു ചെരുപ്പ്, വാറു പൊട്ടിയ ചെരുപ്പ്. അവിടെയുള്ള ചെരുപ്പ് കുത്തിയെ കൊണ്ട് നന്നാക്കിക്കാൻ പറഞ്ഞു സന്താമായി. എന്നാൽ സന്താമായി ഒരു മഹാറാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ചെരുപ്പ് കുത്തി ചെരുപ്പ് തുന്നാൻ കൂട്ടാക്കിയില്ല. അല്ലെ, ഒരു ജാതി വ്യത്യാസം നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു. ഒരു മഹാർ സമുദായത്തിലെ അംഗമാണ്, അതായത് ഒരു അർദ്ധജാതിയാണ്. ജാതിയിൽ ഒരുപാട് താഴെ ആയതുകൊണ്ട് തന്നെ അവരുടെ ചെരുപ്പ് തുന്നി കൊടുക്കാൻ പോലും അന്നത്തെ ആ ചെരുപ്പ് കുത്തി തയ്യാറാക്കിയില്ല. സമൂഹത്തിലെ അസമത്വം എത്ര ഭീകരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. മനുഷ്യനെ മനുഷ്യനായിട്ടാണ് അടയാളപ്പെടുത്തേണ്ടത്, ജാതിയുടെയും മതത്തിന്റെയും പേരിലല്ല. പക്ഷെ വളരെയധികം മോശമായിട്ടാണ് ദളിത് സമൂഹത്തെ അന്നും ഇന്നും ലോകം നോക്കിക്കാണുന്നത്. അതിനാൽ ഞാനത് നന്നാക്കാതെ തന്നെ കാലിലിട്ടു. പെണ്ണുങ്ങളുടെ ചെരുപ്പിട്ട് നടക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ ചങ്ങാതിമാർ എന്നെ കളിയാക്കി. എന്നാൽ അവരുടെ കാലിൽ അതുമില്ലായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരിക്കൽ വഴിയിൽ നിന്ന് എനിക്ക് ഒരു 30 രൂപ വീണ് കിട്ടി. ആ രൂപ ഞാൻ എടുക്കുന്നത് എൻ്റെ കൂട്ടുകാരൻ പിർജാതെ കണ്ടിരുന്നു. അവൻ പറഞ്ഞു, നമുക്ക് പപ്പാതി എടുക്കാം, അക്കൽക്കോട്ടിൽ പോയി സിനിമ കാണാം. ഈ ഒരു ചെരുപ്പിട്ടുകൊണ്ടിരുന്ന കാര്യം പറയുന്നത്. ആ ചെരുപ്പ് പെൺകുട്ടികളുടേതായപ്പോൾ കൂട്ടുകാർ ശരിക്കും കളിയാക്കി. പക്ഷെ അദ്ദേഹത്തിന് അത് കുഴപ്പമില്ലായിരുന്നു. കാരണം അതെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള ചിന്തയായിരുന്നു. കൂട്ടുകാർക്കൊക്കെ ആണെങ്കിൽ അതുപോലും ഉണ്ടായിരുന്നില്ല. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സംഭവ വികാസമാണ് പിന്നീട് പറയുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വഴിയിൽ കിടന്നൊരു 30 രൂപ കിട്ടുകയാണ്. അന്ന് 30 രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു തുക തന്നെയാണ്. ഒരു 60 പൈസയ്ക്ക് യാത്ര ചെയ്യാൻ, സ്വന്തം വീട്ടിലേക്ക് പോകാനായിട്ട് പൈസ ഇല്ലാത്തൊരു കുട്ടിയാണെന്ന് ആലോചിച്ച് നോക്കണം. പക്ഷെ ആ 30 രൂപ കിട്ടിയതിന് ശേഷമുള്ള ഒരു സംഭവമാണ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു സത്യസന്ധത അടയാളപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് ഇനി പറയുന്നത്. ആ ഒരു പൈസ നിലത്ത് കിടക്കുന്നതും താൻ എടുക്കുന്നതും പിർജാത എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ കണ്ടിരുന്നു. അവൻ പറഞ്ഞു, നമുക്കിത് പപ്പാതി എടുക്കാം, 15 രൂപ എനിക്ക്, 15 രൂപ നിനക്ക്, എന്നിട്ട് നമുക്ക് ഒരു സിനിമ കാണാമെന്ന് പറയുകയാണ്. കുറച്ചു നേരം അവർ ഒരുമിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ ആ നിർദ്ദേശത്തെ പറ്റി ആലോചിച്ച് നോക്കിയെങ്കിലും എനിക്കത് സ്വീകാര്യമായി തോന്നിയില്ല. അതായത് അവ പറഞ്ഞെന്താണ്, നമുക്കത് പപ്പാതി എടുക്കാം, ആ പൈസ തനിക്ക് അർഹതപ്പെട്ട പൈസ അല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു അഭിപ്രായം ഒരിക്കലും സ്വീകാര്യമായിട്ട് ശരൺകുമാർ ലിംബാളയ്ക്ക് തോന്നിയതുമില്ല. വഴിയിൽ കിടന്ന് കിട്ടിയ 30 രൂപ നമുക്ക് പപ്പാതി എടുക്കാം, സിനിമയ്ക്ക് പോകാം എന്നെല്ലാമാണ് പിർജാതെ പറഞ്ഞത്. പക്ഷേ ഒരിക്കലും അത് ശരൺകുമാർ ലിംബാളെ അംഗീകരിച്ചില്ല. പിന്നീട് പിർജാദ വീണ്ടും പറയുന്നുണ്ട്, നിനക്കല്ലേ പണം കിട്ടിയത്, അതുകൊണ്ട് നീ 20 രൂപ എടുക്കൂ, 10 രൂപ എനിക്ക് മതി, ഞാൻ ആരോടും ഒന്നും പറയില്ല. പക്ഷേ എന്നിട്ട് പോലും അതൊന്നും കൂട്ടാക്കാനായിട്ട് ലിംബാളെ തയ്യാറായില്ല. ആ പറഞ്ഞതും എനിക്കിഷ്ടമായില്ല. ഞാൻ ആലോചിച്ച് നിൽക്കുന്നതിനിടയിൽ സ്കൂളിൽ മണിയടിച്ചു. ക്ലാസുകൾ തുടങ്ങുന്നതിന് മുമ്പ് സ്കൂളിൽ അസംബ്ലി ഉണ്ടാകും. സ്കൂൾ ഗ്രൗണ്ടിൽ എല്ലാവരും കൂടി നിന്ന് ദേശീയ ഗാനം പാടും. പിന്നെ ഒരുമിച്ച് പ്രതിജ്ഞയെടുക്കും. അധ്യാപകരും വിദ്യാർത്ഥികളും ഈ അവസരത്തിൽ അനങ്ങാതെ നിൽക്കും. അന്ന് പ്രാർത്ഥന കഴിഞ്ഞയുടൻ ഞാൻ നേരെ ചെന്ന് ഹെഡ് മാസ്റ്ററെ കണ്ടു. വീണു കിട്ടിയ പൈസ മുഴുവനും അദ്ദേഹത്തെ ഏൽപ്പിച്ചു. എന്റെ സത്യസന്ധതയിൽ സന്തുഷ്ടനായ അദ്ദേഹം അപ്പോൾ തന്നെ ഉച്ചഭാഷണിലൂടെ പരസ്യമായി എന്നെ അഭിനന്ദിച്ചു.
അക്കൊല്ലം ഞങ്ങളുടെ ക്ലാസ് കായിക മത്സരങ്ങളിൽ തോറ്റുപോയിരുന്നു. ഹെഡ് മാസ്റ്റർ എന്നെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അഭിനന്ദിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ക്ലാസ്സിലെത്തിയപ്പോൾ ക്ലാസ് ടീച്ചർ ഹീരേമഠ് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. എന്നെ കണ്ടയുടൻ അദ്ദേഹം കുറച്ചു നേരം അധ്യയനം നിർത്തിവെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇക്കൊല്ലം നമ്മൾ സ്പോർട്സിൽ തോറ്റുപോയി, സാരമില്ല. എന്നാൽ ഈ കുട്ടി ലിംബാളെ കാണിച്ച സത്യസന്ധതയുണ്ടല്ലോ, അത് ഈ ക്ലാസ്സിൽ മുഴുവനും വിജയമാണ്. ഈ ക്ലാസ്സിന്റെ മുഴുവൻ വിജയമാണ്. എൻ്റെ സത്യസന്ധത എനിക്ക് നൽകിയ ആനന്ദം ആ 30 രൂപയേക്കാൾ എത്രയോ വലുതായിരുന്നു. മനസ്സിലായല്ലോ? അത് വഴിയിൽ കിടന്ന ആ 30 രൂപ അദ്ദേഹം സ്കൂളിലെ ഹെഡ് മാസ്റ്ററെയാണ് ഏൽപ്പിച്ചത്. അത്രയും സത്യസന്ധനായിരുന്നു. ഒരു 60 പൈസ കൊടുത്തെന്ന് വണ്ടിയിൽ പോകാനുള്ള ഒരു പൈസ പോലുമില്ല. ഒരു ചെരുപ്പ് വാങ്ങിച്ചിടാനായിട്ട് പൈസയില്ല. കുടുംബത്തിൽ ദാരിദ്ര്യമാണ്. ചപ്പുചവറൊക്കെ പെറുക്കിയാണ് ജീവിച്ചിരുന്നത്. എന്നിട്ട് പോലും തന്റെ ആദർശം കൈവിടാതെ, സത്യസന്ധത കൈവിടാതെയാണ് അദ്ദേഹം ജീവിച്ചത്. കൂട്ടുകാരൻ പ്രകോപിപ്പിച്ചെങ്കിൽ പോലും 1 രൂപ പോലും എടുക്കാനായിട്ട് കൂട്ടിയില്ല. അത് തന്നെയായിരുന്നു അതിന്റെ ആ ഒരു വിജയം എന്ന് പറയുന്നത്. ആ മനുഷ്യന്റെ മനസ്സിന്റെ ആഴം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് കൃത്യമായിട്ട് അത് ഹെഡ് മാസ്റ്ററെ ഏൽപ്പിച്ചിട്ട് ക്ലാസ്സിലേക്ക് വന്ന സമയത്ത് ക്ലാസ് ടീച്ചറായിട്ടുള്ള ഹീരേമഠ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇക്കൊല്ലം നമ്മൾ സ്പോർട്സിൽ തോറ്റുപോയി, സാരമില്ല. എന്നാൽ ഈ കുട്ടി ലിംബാണ കാണിച്ച സത്യസന്ധതയുണ്ടല്ലോ, അത് ഈ ക്ലാസിന്റെ മുഴുവൻ വിജയമാണ്. സ്പോർട്സിൽ തോറ്റ് തകർന്നിരുന്ന മനസ്സോടുകൂടിയിരുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ആവേശമായിരുന്നു ആ വാക്കുകൾ. ശരിക്കും ലിംബാള എന്ന് പറഞ്ഞ ഒരു ആദർശമാണ്, ഒരു വഴികാട്ടിയാണ്. ആ കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ ഒരുപാട് സന്തോഷം നൽകാനായിട്ട് ലിംബാളയെ കൊണ്ട് കഴിഞ്ഞു. എൻ്റെ സത്യസന്ധത എന്ന് പറഞ്ഞാൽ ആ 30 രൂപയേക്കാൾ ഒരുപാട് എന്നാണ് ലിംബാളെ പറയുന്നത്. എത്രയൊക്കെ ഗതികേടുകൂടെ ജീവിതത്തെ നയിക്കേണ്ടി വരുന്ന ഒരു വ്യക്തിയായിരുന്നു ലിംബാള എന്ന് പറയുന്നത്. ഒരുപാട് തകർന്നുപോയി. മഹാർ എന്ന് പറഞ്ഞൊരു ദളിത് സമുദായത്തിൽ പിറന്നതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നിരുന്നു. എല്ലാ രീതിയിലും ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ മഹാർ സമുദായത്തിലുള്ളവർ പരസ്പരം മിണ്ടാൻ പാടില്ല, അല്ലെങ്കിൽ മഹാർ സമുദായത്തിലുള്ളവരോട് അടുക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല, തൊടാനായിട്ട് പാടില്ല. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും വളരെയധികം തന്നെ ബാധിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു. അതുകൊണ്ടാണ് ആ ചെരുപ്പ് കുത്താതിരുന്നത്. അതുപോലെ തന്നെ പലരും മാറ്റി നിർത്തി കളഞ്ഞത്. എന്നൊക്കെ തന്നെ എന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും സധൈര്യം മുന്നോട്ട് നേടാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെയുള്ള ഒരുപാട് ചിന്തകൾ അന്നത്തെ കാലഘട്ടത്തിലെ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇന്നും അതിന് മാറ്റമൊന്നുമില്ല. ദളിത് സമുദായം അനുഭവിച്ച പ്രശ്നങ്ങൾ വളരെ പച്ചയായിട്ട് തന്നെ കൃത്യമായിട്ട് തന്നെയാണ് അദ്ദേഹം അക്കർമാശി എന്ന് പറഞ്ഞ തന്റെ കൃതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദളിത് സമുദായം ഒരു കാലഘട്ടത്തിൽ അനുഭവിച്ച പ്രശ്നങ്ങളെ പറ്റി വളരെ ഭംഗിയായിട്ട് തന്നെ അക്കർമാശി എന്ന് പറഞ്ഞ കൃതിയിൽ ശരൺകുമാർ ലിംബാളെ വരച്ചിടുന്നുണ്ട്. ഇന്നും സമൂഹത്തിൽ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ആളുകൾ അനുഭവിക്കുന്നുണ്ട്. എത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ആഗ്രഹങ്ങൾ സഫലമാക്കാനായിട്ട് നമ്മൾ മൂല്യങ്ങൾ കൈവിടാതിരിക്കുക എന്ന വലിയൊരു മഹത്തായ ഒരു സന്ദേശം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. 30 രൂപ കയ്യിൽ കിട്ടിയ സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ടായിരുന്നു. പക്ഷേ 1 രൂപ പോലും അത് എടുക്കാതെ കൃത്യമായിട്ട് തന്നെ ഹെഡ് മാസ്റ്ററെ ഏൽപ്പിക്കാനുള്ളൊരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തിന് ഏറ്റവും സന്തോഷവും നൽകിയത്. മൂല്യ സംരക്ഷണം നമുക്ക് എങ്ങനെയും ആനന്ദം നൽകുമെന്നുള്ള ഒരു ചിന്ത കൂടി ഈ പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഏത് എളിയ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വിദ്യാഭ്യാസത്തിലൂടെ ഉയർന്ന നിലയിൽ എത്താൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു വ്യക്തി കൂടിയാണ് ശ്രീ ശരൺകുമാർ ലിംബാളെ. നമുക്ക് എത്രയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും പലപ്പോഴും നമ്മൾ അതൊന്നും തന്നെ അത് വിനിയോഗിക്കുന്നില്ല. പക്ഷേ ശരൺകുമാർ ലിംബാളെ ചവറ് പെറുക്കി നടന്നതാണ്. ആ മനുഷ്യനാണ് ബിരുദാനന്ദ ബിരുദവും അതുപോലെ തന്നെ PhDയും അതുപോലെ ഒരുപാട് കൃതികളും എല്ലാം തന്നെ എഴുതി ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ നേടിയെടുത്തത്. അപ്പൊ പാഠഭാഗം ഭംഗിയായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അക്കർമാശി എന്ന ശീർഷകത്തിന്റെ ഔചിത്യം പരിശോധിക്കുക. നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് അക്കർമാശിയുടെ അർത്ഥം എന്ന് പറയുന്നത് എന്തായിരുന്നു? ജാതി ഭ്രഷ്ടൻ എന്നാണ് അർത്ഥം. ഇത് അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥ ഉപാഖ്യാനമാണ് ഈ ഒരു കൃതി എന്ന് പറയുന്ന അക്കർമാശി. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സംഭവങ്ങൾ തന്നെയാണ് ഇതിനകത്ത് വിശദീകരിക്കപ്പെടുന്നത്. മറാഠി വാക്കാണ് അക്കർമാശി എന്ന് പറയുന്നത്. ശരൺകുമാർ ലിംബാളയുടെ അച്ഛൻ എന്ന് പറഞ്ഞ ഒരു ഉന്നത കുല ജാതനായിരുന്നു. ലിംഗായത്ത് എന്ന ഉയർന്ന ജാതിയില്, അമ്മയാണെങ്കിൽ മഹാർ എന്ന് പറഞ്ഞ ജാതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ളൊരു ഐഡന്റിറ്റി അദ്ദേഹത്തിന് പലപ്പോഴും ലഭിച്ചിരുന്നില്ല. മഹാരാഷ്ട്രയുടെയും കർണാടകയുടെയും അതിർത്തിയിലാണ് ലിംബാളയുടെ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. പലപ്പോഴും അദ്ദേഹം ഒരു അപൂർണനായിട്ടാണ് കണ്ടിരുന്നത്. തൻ്റെ നാട് മഹാരാഷ്ട്രയാണോ കർണാടകയാണോ എന്നുള്ള ചിന്ത അദ്ദേഹത്തിന് പ്രശ്നമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് മറാഠിയാണോ അതോ കന്നഡയാണോ എന്നുള്ള ചിന്തയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അച്ഛൻ ഉയർന്ന ജാതിക്കാരനും അമ്മ താഴ്ന്ന ജാതിക്കാരിയുമായതിനാൽ അർദ്ധജാതിക്കാരായി ജീവിക്കേണ്ടി വന്ന കുറെ മനുഷ്യരുടെ പ്രശ്നങ്ങൾ.
അതിനൊരു ഉദാഹരണം തന്നെയായിരുന്നു ശരൺ കുമാർ ലിംബാളയുടെ ജീവിതം എന്ന് പറയുന്നത്. അവരുടെ ഭാഷയും ജാതിയും ദേശവും വ്യക്തിത്വവും എല്ലാം തന്നെ അപൂർണമായി നിലനിൽക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, ചപ്പുചവറുകൾക്ക് പകരം തൂക്കി നോക്കേണ്ടത് ഞങ്ങളുടെ വിശപ്പാണെന്ന് എനിക്ക് തോന്നി. ആശയം വിശദമാക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്, പലപ്പോഴും പരീക്ഷയ്ക്ക് വന്നു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ നല്ല രീതിയിൽ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതിയതിനു ശേഷം ആശയത്തിലേക്ക് ഉത്തരത്തിലേക്ക് നമുക്ക് കടക്കാം. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ഒരു ജനസമൂഹത്തിന്റെ ജീവിതത്തിലെ പരിതാപകരമായിട്ടുള്ള അവസ്ഥ ഈ വാക്കുകളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. പശുക്കളുടെ ചാണകത്തിൽ നിന്നും ജോവർ ധാന്യം തോണ്ടിയെടുത്ത് കഴുകി ഉണക്കി കഴിക്കുന്ന ഒരു ഭക്ഷണം, അല്ലെങ്കിൽ അങ്ങനെ കഴിച്ച് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണാനായിട്ട് കഴിയും. മനുഷ്യർക്ക് ചവറിൽ നിന്ന് പോലും മര്യാദയ്ക്ക് ഭക്ഷണം കിട്ടുന്നില്ല. ചവറിന് പകരം തൂക്കി നോക്കേണ്ടത് തങ്ങളുടെ വിശപ്പാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അത്രയും വലിയ ഒരു വിശപ്പിന്റെ ഒരു കാഠിന്യത്തെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. ചവറ് പെറുക്കി കിട്ടുന്ന പൈസ കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനും തന്റെ വിശപ്പടക്കാനും ഒന്നും തന്നെ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അദ്ദേഹത്തിന് മാത്രമല്ല, അങ്ങനെ ഉണ്ടായിരുന്ന ഒരുപാട് പേരുടെ അവസ്ഥയാണ് കൃത്യമായിട്ട് തന്നെ അദ്ദേഹം വരച്ചിടുന്നത്. ജീവിതത്തിന്റെ ഒരു അവസ്ഥ, ഓരോരുത്തരും നമ്മൾ ഭക്ഷണമൊക്കെ പാഴാക്കി കളയുമ്പോൾ എത്രയോ ആളുകളാണ് ചവറുകൂനയിൽ നിന്ന് പോലും ഭക്ഷണം വാരി കഴിക്കുന്നത് എന്നുള്ള ചിന്ത ഓർക്കുക. ജീവിതത്തിൽ കാണിക്കേണ്ട സത്യസന്ധത, എത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എത്ര ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അത് സഫലീകരണത്തിനായിട്ട് മൂല്യച്യുതി, എപ്പോഴും മൂല്യം കൈപിടിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. ഒരിക്കലും കള്ളത്തരം കാണിക്കരുത് എന്നെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് ലളിതമായിട്ട് തന്നെ അക്രമാശി എന്ന് പറഞ്ഞ കൃതിയിൽ ശരൺ കുമാർ ലിംബാളെ വരച്ചു കാട്ടുന്നുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ്. ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്ന ഒരു പാഠഭാഗമാണ്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എക്സാം പോയിന്റിന്റെ ഗൈഡിൽ നോക്കാവുന്നതാണ്. കൃത്യമായിട്ട് തന്നെ അതിൽ ആശയവും മറ്റു വിശദീകരണങ്ങളും കിടക്കുന്നുണ്ട്. അപ്പോൾ പാഠഭാഗം മനസ്സിലായെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. ജീവിതത്തിൽ എപ്പോഴും മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് ഒരു ശ്രമം നടത്തണം എന്നുകൂടി ആശംസിക്കുന്നു. അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു ഊർജം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാഠഭാഗം വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.